വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്ലാസ് ആണ്. ഇന്ന് 10th പ്രിലിംസിന്റെ തേർഡ് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു പരീക്ഷ തന്നെയാണ് നമ്മൾ എഴുതാൻ പോണേ അല്ലേ. അപ്പോൾ എത്രമാത്രം നമ്മൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ട് ആൻസർ കിട്ടും എന്നൊക്കെ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തൂ കേട്ടോ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളാണ് എന്ന പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് ഡോക്ടർ വി.എസ്. കോത്താരി കമ്മീഷൻ അദ്ദേഹമാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞ ആള് കേട്ടോ. ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. അടുത്ത നോക്കൂ. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഇത് അഭിപ്രായപ്പെട്ടത് ആരാണ്? മെറ്റേർണിക് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. അടുത്തത് നോക്കൂ. കടത്തനാടൻ സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? കുറുളി ചേകോനാണ്. അധികം അത്ര നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകൻ കുറുളി ചേകോൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? കൊല്ലം ജില്ലയിലാണ് ആരംഭിച്ചത്. ഗ്രീനിച്ച് സമയം 2 മണിയാകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയാണ്? ഗ്രീനിച്ച് സമയം 2 മണിയാകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര വരും? 7:30 PM വരും. 7:30 PM. എന്താണ്? 5.5 മണിക്കൂർ കൂടുതലാണ്. നമ്മുടെ 5.5 മണിക്കൂർ കൂടുതലാണ് എന്ന് ഓർത്താൽ മതി കേട്ടോ. 5.5 മണിക്കൂർ കൂടുതലാണ്. അപ്പൊ 2ഉം 5ഉം 7, 7:30 PM വരും കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ ധനനയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. ധനനയം നടപ്പാക്കുന്നത് ബഡ്ജറ്റിൽ കൂടിയാണ്. ശരിയാണ്. പൊതുകടം, പൊതുചിലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച് സർക്കാർ നയമാണ് ധനനയം. അതും ശരിയാണ്. ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്നത്. ശരിയാണ്. അപ്പൊ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഓർത്തു വെക്കുക. ധനനയത്തിന്റെ ഒരു ലക്ഷ്യം അനാവശ്യ ചെലവ് കുറയ്ക്കുക. അടുത്തത് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക. അടുത്തത് തൊഴിലവസരങ്ങൾ ധാരാളം സൃഷ്ടിക്കുക. അതുപോലെ തന്നെ വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. 4 ലക്ഷ്യങ്ങളാണ് ധനനയത്തിനുള്ളത്. ഒന്ന്, അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക, നമ്മൾ പഠിച്ചു. അടുത്തത് സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം നിയന്ത്രിക്കുക അല്ലെങ്കിൽ അത് ഇല്ലാണ്ടാക്കുക. അതൊക്കെയാണ് ധനനയത്തിന്റെ ലക്ഷ്യങ്ങൾ. ഈ ധനനയം എന്ന് പറയുന്ന ആ ഒരു ടേം കൊണ്ടുവന്നത് അല്ലെങ്കിൽ അത് ആ ആശയം പ്രസിദ്ധമാക്കിയത് ആര് എന്ന് ചോദിക്കാം. അദ്ദേഹത്തിന്റെ പേര് J.M. കെയ്ൻസ് എന്നാണ്. J.M. കെയ്ൻസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ധനനയം എന്ന് പറയുന്ന ടേം പ്രസിദ്ധമാക്കിയത് എന്നും കൂടി ഓർക്കുക. പൊതുവരുമാനം, അതുപോലെ തന്നെ പൊതുകടം, പൊതുചെലവ് എന്നിവ സംബന്ധിച്ച സർക്കാരിന്റെ നയത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ധനനയം എന്ന് വിളിക്കുന്നത്. ഒന്ന് ഓർത്തു വെച്ചോളൂ കേട്ടോ. ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് പ്രായപൂർത്തി വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 മാറ്റിയത്? 61 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അടുത്ത ചോദ്യം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിലാണ്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന മണ്ണിന്റെ പേര് എന്താണ്? ലാറ്ററൈറ്റ് മണ്ണാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? നമ്മള് ഇരുമ്പുരുക്ക് വ്യവസായശാലകളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂരാണ് ഇന്ത്യയിലെ വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല എന്ന് ഓർക്കണം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയതുമായ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗത്തിന് വിളിക്കുന്ന പേര് എന്താണ്? ഉപദ്വീപീയ പീഠഭൂമി. അപ്പൊ വിസ്തൃതമാണ്, പഴക്കം ചെന്നതാണ്, ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിച്ചതാണ്. എന്ത്? ഉപദ്വീപീയ പീഠഭൂമി എന്നത്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളമുള്ള അല്ലെങ്കിൽ അതുവരെ നീണ്ടുകിടക്കുന്ന പശ്ചിമതീര കനാൽ ഏതാണ്? അതിന്റെ പേര് NW3 അഥവാ ദേശീയ ജലപാത നമ്പർ 3 എന്നാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തര മഹാസമതലത്തെയാണ്.
ഭൂപ്രതലത്തിൽ നിന്നും ഭൗമ ഉപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഈ സംഭവം PSC ഡിലീറ്റ് ചെയ്യാണ് ചെയ്തേക്കണത്. ഇതിന്റെ ഓരോന്നിന്റെയും എന്താ പറയാ, ഇപ്പൊ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പറയാം. ആകാശീയ വിദൂര സംവേദനം, അതുപോലെ തന്നെ ഭൂതല വിദൂര സംവേദനം, അങ്ങനെ വിദൂര സംവേദനങ്ങൾ, ഉപഗ്രഹ വിദൂര സംവേദനമൊക്കെ എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ച് വിവരങ്ങൾ വിദൂരതയിൽ നിന്നും സ്പർശബന്ധം കൂടാതെ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ശേഖരിക്കുന്ന രീതിയെ നമ്മൾ വിദൂര സംവേദനം എന്ന് വിളിക്കുന്നു. കണ്ടോ? അതായത് നമ്മള് ആ പേരിന് വിളിക്കുന്നത് വിദൂര സംവേദനം എന്നാണ്. അതായത് ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തെയോ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ കിട്ടാനായിട്ട് വളരെ അകലെ നിന്ന് നമ്മൾ തൊടുകയൊന്നും ചെയ്യാണ്ട്, സ്പർശബന്ധം ഇല്ലാണ്ട് എന്താണ്, എന്തെങ്കിലും ഉപകരണത്തിന്റെ സഹായത്തോടു കൂടി ശേഖരിക്കുകയാണ് കേട്ടോ. അതില് എന്താ, ആകാശീയ വിദൂര സംവേദനവും ഉപഗ്രഹ വിദൂര സംവേദനവും ഭൂതല വിദൂര സംവേദനം ഒക്കെ ഉണ്ട്. അതിൽ ഭൂതല വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ ഭൂതലത്തിൽ നിന്നും ഭൗമോപരിതല സവിശേഷതകൾ ക്യാമറകൾ ഉപയോഗിച്ച് പകർത്തുന്നു. എന്നാൽ ആകാശീയ വിദൂര സംവേദനം എന്ന് പറഞ്ഞാൽ എന്താണ്, ആകാശത്ത് നിന്നുള്ള ഭൗമോപരിതല സവിശേഷതകളുടെ ചിത്രങ്ങൾ പകർത്തുന്നു. ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറഞ്ഞാലോ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദനങ്ങൾ വഴി എന്താണ്, നമ്മള് വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ്. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന ആൻസർ തെറ്റാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള സ്ഥലം ഏത് എന്നാണ് ചോദിച്ചേക്കണത്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇന്ദിരാ പോയിന്റും കൊടുത്തിട്ടുണ്ട്, അടുത്ത കന്യാകുമാരിയും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PSC ഇത് ഡിലീറ്റ് ചെയ്തേക്കാണ്. അപ്പൊ ഇന്ത്യൻ യൂണിയന്റെ തെക്കേ അറ്റം, ഇന്ത്യൻ യൂണിയന്റെ തെക്കേ അറ്റം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഇന്ത്യ പോയിന്റ് പറയും. എന്നാൽ ഉപദ്വീപിയ ഇന്ത്യയുടെ തെക്കേ അറ്റം എന്ന് ചോദിച്ചാൽ കന്യാകുമാരി പറയും. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ആ ആൻസർ ഇവിടെ എന്താ പറയുന്നത്, PSC ഡിലീറ്റ് ചെയ്തത്. എന്നാൽ ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏതാണ്? കിഴക്കേ അറ്റം ഏതാണ്? കിബത്തു ആണ്, അരുണാചൽ പ്രദേശില്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തിന്റെ പേര് ഗുഹാർമോത്തി എന്നാണ്, ഗുജറാത്തിലാണ്. അപ്പൊ കിഴക്കേ അറ്റം അരുണാചൽ പ്രദേശിലെ കിബത്തു, പടിഞ്ഞാറേ അറ്റം ഏതാണ്? ഗുജറാത്തിലെ ഗുഹാർമോത്തി. ഇന്ത്യൻ യൂണിയന്റെ തെക്കേയറ്റം ഇന്ദിരാ പോയിന്റ്, ഉപദ്വീപ ഇന്ത്യയുടെ തെക്കേയറ്റം ഏതാണ്? കന്യാകുമാരി. അപ്പൊ എന്താണ് ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യം? ക്ലിയർ ആയല്ലോ. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്താനാ പറയണത്. അപ്പൊ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് അക്ഷാംശീയ സ്ഥാനം സ്വാധീനിക്കുന്നു, അതുപോലെ തന്നെ എന്താണ്, പശ്ചിമ അസ്വസ്ഥത, പിന്നെ ഭൂപ്രകൃതി സ്വാധീനിക്കുന്നുണ്ട്, പിന്നെ സമുദ്രത്തിന്റെ സാമീപ്യം സ്വാധീനിക്കുന്നുണ്ട്. ഇതൊക്കെ സ്വാധീനിക്കുന്നുണ്ട്, പശ്ചിമ അസ്വസ്ഥത ഇവിടെ സ്വാധീനിക്കണില്ല. ഇനി ഇതൊന്നും കൂടാണ്ട് എന്താ പറയുന്നത്, സമുദ്രങ്ങളുടെ സാമീപ്യം, അത് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി അടുത്തത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അതുപോലെ തന്നെ ഹിമാലയ പർവ്വതം, മൺസൂൺ കാറ്റ്, ഇതൊക്കെയാണ് ശരിക്കും ഇന്ത്യയുടെ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത്. അപ്പോ ശരിക്കും നിയന്ത്രിക്കാത്തത് പശ്ചിമ അസ്വസ്ഥതയാണ്. പക്ഷെ PSC ഇത് ഡിലീറ്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് അതിന് ഉത്തരമില്ലല്ലോ, കാരണം അവരത് ഡിലീറ്റ് ചെയ്തു. അപ്പൊ ശരിക്കും ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത് ഏതൊക്കെയാ? അക്ഷാംശീയ സ്ഥാനം, ഭൂപ്രകൃതി, സമുദ്രങ്ങളുടെ സാമീപ്യം, സമുദ്രങ്ങളുടെ ഉയരം, ഹിമാലയ പർവ്വതം, മൺസൂൺ കാറ്റ്, ഇതൊക്കെ സ്വാധീനിക്കുന്നതാണ്. സ്വാധീനിക്കാത്തത് ഇതിൽ പശ്ചിമ അസ്വസ്ഥതയാണ് കേട്ടോ. അടുത്ത നോക്കൂ, പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കണത്. താരതമ്യേന വീതി കുറവാണ്, അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലും പൂർവ്വഘട്ടത്തിനും ഇടയിൽ, അത് തെറ്റാണ്. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് നീണ്ടു കിടക്കുന്നത്. അപ്പോ എന്താണ്, അത് ശരിയാണ്. അപ്പൊ എന്താണ്, വീതി കുറവാണ്. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. അടുത്തത് രണ്ടും വീതി കുറവാണ്, കന്യാകുമാരി വരെ, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ, അതാണ് ശരി കേട്ടോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നാണ്. അതിവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതും PSC ഡിലീറ്റ് ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. അപ്പൊ ഇന്ന് നമ്മള് എന്താണ്
നമ്മുടെ ജോഗ്രഫി ഭാഗത്ത് ഇന്ന് പഠിച്ചൊരു ചോദ്യമാണ് അത്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ടീച്ചർ പറഞ്ഞിട്ട് നോക്കിക്കോളോട്ടെ ക്ലാസ്. ചുവടെ തന്നിരിക്കുന്നവയിൽ സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകി പിന്നോക്ക ജാതി സമുദായക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചു. അതൊക്കെ അദ്ദേഹം ചെയ്തതാണ്. തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമിയാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. പക്ഷെ തെക്കേ ഇന്ത്യയിൽ ആദ്യമായി എന്ന് പറയുമ്പോൾ വൈകുണ്ഠസ്വാമിയുടെ പേരാ പറയേണ്ടത്. അടുത്ത് നോക്കൂ, തിരു-കൊച്ചി സംയോജനം എന്നാണ്? 1949 ജൂലൈ 1. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരം ഏതാണ്? ചമ്പാരനാണ്. അടുത്ത ചോദ്യം, ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ്? ജൊനാഥൻ ഡങ്കൻ ആണ് ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ എന്ന് മനസ്സിലാക്കുക. താഴെ പറയുന്നവയിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കും, രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കും, ഇതൊക്കെയാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അടുത്തത് ഗാന്ധി ഇർവിൻ ഉടമ്പടി അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് നോക്കണ്ട. 1931 മാർച്ച് മാസം 5-ാം തീയതിയാണ് ഗാന്ധി ഇർവിൻ സന്ധി. അതായത് ഈ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലമായിട്ടാണ് 2ാം വട്ട മേസൺ സമ്മേളനത്തില് എന്താണ് പങ്കെടുക്കാനൊക്കെ ആയിട്ട് തീരുമാനിച്ചത് എന്നും കൂടി ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഇനി 26ാമത്തെ ചോദ്യം, സാമൂഹിക പരിഷ്കൃത പ്രസ്ഥാനമായ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അടുത്ത 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവനാണ്. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് മാർത്താണ്ഡവർമ്മയെയാണ്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ആര് എന്നാണ്? അടുത്തത് ഹാൻ കാങ് ആണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്. അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എന്താണ്? സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, ബാക്കി ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇതൊക്കെ എന്താണ്? മൗലിക അവകാശങ്ങളാണ് എന്ന് നമുക്കറിയാം. ഇനി മൗലിക കടമകൾ എവിടെ നിന്നാണ് നമ്മൾ കടം കൊണ്ടത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ കടം കൊണ്ടത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനയിൽ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ദേശീയ ഗാനം ജനഗണമന അല്ലെ, ദൈർഘ്യം 51 സെക്കൻഡ് ആണ്. തെറ്റാണ്. എത്രയാണ്? 52 സെക്കൻഡ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിൽ ജനഗണമന ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഇത് തെറ്റാണ്. സരളാദേവി ചൗധരിയാണ്. നോബൽ സമ്മാന ജേതാവായ ബംഗാളി കവി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ എന്താണ് കവിതയിലെ വരികളാണ് ദേശീയ ഗാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജനഗണമന രചിച്ചത് ബംഗാളി ഭാഷയിലാണെങ്കിലും രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. അപ്പൊ ഇത് പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ തെറ്റാണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ അതിന്റെ ആൻസറും കിട്ടിയല്ലോ. ഇനി അടുത്തത് 34ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അടുത്തത് നോക്കൂ, താഴെ പറയുന്ന പ്രസ്താവനകൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 93 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് ആക്ട് അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലയളവ് 3 വർഷമോ അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയോ ഏതാണത്? അതാണ് ശരി. അപ്പോൾ തെറ്റല്ലേ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അതും ശരിയാണ്. അപ്പൊ തെറ്റേതാന്ന് മനസ്സിലായല്ലോ, ശരി ഏതാന്ന് മനസ്സിലായില്ലേ? ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണങ്ങളും നൽകിയിരിക്കുന്നു. അത് ചേരുംപടി ചേർത്തോളാനാ പറഞ്ഞേക്കണേ. ആദ്യത്തത് തൊട്ടുകൂടായ്മ എന്താണ്? ആർട്ടിക്കിൾ 17 ആണ് തൊട്ടുകൂടായ്മ. അടുത്തത് ഏതാണ്? ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും സംരക്ഷണം ഏതാണത്? 21 ആണ്. ആർട്ടിക്കിൾ 21 ആണ്. അടുത്തത് നോക്കൂ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A ആണ്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് അംബേദ്കർ ഏതിനെയാണ്? ആർട്ടിക്കിൾ 32നെയാണ്. ക്ലിയർ ആയില്ലേ? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപം കൊള്ളാൻ നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. പൊതുസ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ
ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെ വിളിക്കുന്നത് മാൻഡമസ് എന്നാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടിക അനുസരിച്ച് നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം 22 കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കേരളത്തിലെ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9. കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി, നമുക്ക് വന്നിട്ട് പഠിക്കാം അല്ലെ പുതിയ മന്ത്രിസ്ഥാനൊക്കെ. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയാണ്? എത്ര നദികൾ കിഴക്കോട്ട് പോകേണ്ട? 3. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും ജലസേവന പദ്ധതി എന്നാണ് ഇവിടെ പറഞ്ഞേക്കണേ, അതുകൊണ്ടായിരിക്കാം ആ സംഭവം PSC ഡിലീറ്റ് ചെയ്യാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ കൊല്ലം ജില്ലയിലെ കല്ലടയാണ് നമ്മൾ ഉത്തരം കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം 46ാമത്തെ ചോദ്യം, സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരള സംസ്ഥാനത്തിന്റെ കായിക വകുപ്പ് മന്ത്രി, നമുക്ക് പഠിക്കാം അല്ലെ, ഇത് വന്നിട്ട് പഠിക്കാം. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ്? 1863 ഓഗസ്റ്റ് മാസം 28ാം തീയതിയാണ്. ഓഗസ്റ്റ് 28-നാണ് അയ്യങ്കാളി ജനിച്ചത്. കഴിഞ്ഞ ദിവസം അയ്യങ്കാളി ടീച്ചർ ക്ലാസ് എടുത്തതാണ് അല്ലെ. EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്താണ്. താഴെ പറയുന്നവരിൽ വേറിട്ടു നിൽക്കുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? VT ഏലിയാസ് ചവറ, വൈകുണ്ഠസ്വാമി, ഇവരൊക്കെ തന്നെ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളാണ്. ഇദ്ദേഹം കേരളത്തിലേതല്ല. അപ്പൊ മഹാദേവ് ഗോവിന്ദ റാനഡെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അംഗമായിരുന്ന മലയാളി ആരാണ്? സർദാർ KM പണിക്കരാണ്. താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ കണ്ടെത്തൂ. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എന്റെ ജീവിതകഥ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആരാന്നറിയത്? AKGയെ കുറിച്ചാണ് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞത്. അടുത്ത ചോദ്യം എന്താണ്? എന്റെ ഗാന്ധിജിയും അരാജകത്വവും അല്ലെ, 54 ഗാന്ധിജിയും അരാജകത്വവും ആരുടെയാണ്? ചേറ്റൂർ ശങ്കരൻ നായർ അഥവാ C ശങ്കരൻ നായർ ആണ്. അടുത്തത് ഫത്തഹദൽ മുബീൻ എന്ന അറബി കാവ്യത്തെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ശരിക്കും ഇത് കവി ഗാസി മുഹമ്മദ് എഴുതിയതാണ്. സാമൂതിരി രാജാവിനെ പ്രകീർത്തിക്കുന്ന ഒരു പരാമർശവും ഇതിലുണ്ട്. ഇത് രണ്ടും ശരിയായിട്ടുള്ളതാണ്. 1ഉം 2ഉം ശരിയാണ്. ഓപ്ഷൻ ഇതിലുണ്ട്, പക്ഷെ ഇത് PSC ഡിലീറ്റ് ചെയ്യാണ്. എന്താ കാരണം നമുക്കറിയില്ല. ഇത് 2 ശരിയാണ് കേട്ടോ. അതെന്താ ഒന്ന് പഠിച്ചു വെച്ചോളൂ. കവി ഗാസി മുഹമ്മദ് എഴുതിയതാണ് ഫത്തഹദൽ മുബീൻ എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത് എവിടെയാണ്? വടകരയിലാണ് ആദ്യത്തെ നടന്നത്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ്. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട നേതാവാണ്. കൊച്ചി രാജ്യ പ്രജാ മണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ്? ഷൺമുഖം ചെട്ടി, പനമള്ളി ഗോവിന്ദ മേനോൻ, ഇക്കണ്ട വാര്യർ, നീലകണ്ഠ അയ്യർ, അദ്ദേഹം ഒക്കെ അതിൽ പെടുന്നുണ്ട് കേട്ടോ. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകളിൽ മദിരാശിരി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നവയിൽ ഏതാണെന്ന്, അതായത് അഗസ്തീശ്വരമാണ് അതിൽ പെടുന്നത്. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ തിരുവിതാംകൂറിലെ 4 താലൂക്കുകളില് മദിരാശിക്ക് വിട്ടുകൊടുത്തത് അഗസ്തീശ്വരം താലൂക്കാണ്. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തത എന്ന് പറയുന്ന രോഗം ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം എന്താണ്? താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏതാണ്? അത് ഹീമോഫീലിയയാണ്. നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന കൃതി രചിച്ചത് ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ്. താഴെ പറയുന്നതിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? പെരിയാർ ആണ്. മനുഷ്യരിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? ഇനാമലാണ്. ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത് ഏത് ജനിതക സംവിധാനം ഉപയോഗിച്ചിട്ടാണെന്ന്? ലിംഫോസൈറ്റ് കേട്ടോ. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെയാണ്? കരളിലാണ്. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവൽ ഏതാണ്? പ്രീ
പ്രിയങ്കയാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം ഏതാണ്? 2023 സർക്കാർ പൊതുജന ആരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സിക്കാനായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. അടുത്തത് പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ്? അതായത് ഇതില് എന്തൊക്കെയാണ് ശരി? ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. അതായത് ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി, അല്ലെ? അപ്പോ ഇത് രണ്ടും ശരിയാണ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കും ബലം, താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണ ബലം, മുകളിലേക്ക് എറിയുമ്പോൾ ഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. അതില് എന്താണ് ഇത് പോസിറ്റീവായ സന്ദർഭങ്ങൾ പറയുന്നത് 2ഉം 3ഉം ആണ്. അത് 2ഉം 3ഉം ശരിയാണ് കേട്ടോ. ഇനി ഒരു കോൺകേവ് ദർപ്പണം, അല്ലെ? ഒരു കോൺകേവ് ദർപ്പണത്തിൽ എഫിനും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്താണ്? വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത് കേട്ടോ. വസ്തുവിനേക്കാൾ വലുത്, മിഥ്യ, നിവർന്നത്. അതാണ് അതിന്റെ ഉത്തരം. ഇനി മനുഷ്യരുടെ ശ്രവണ പരിധി എത്രയാണ്? മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സിനും അതുപോലെ തന്നെ 20,000 ഹെർട്സിനും, അല്ലെ? അടുത്ത ചോദ്യം, ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണ്? കെൽവിൻ സ്കെയിൽ പ്രകാരം 310 കെൽവിൻ ആണ്. 310 കെൽവിൻ ആണ്. അടുത്ത ചോദ്യം എന്താണ്? ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏതാണ്? u² = v² - 2as എന്നുള്ളതാണ് ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സമവാക്യം. സാധാരണ ഇതൊന്നും ചോദിക്കാറില്ല, ഇത്തിരി കട്ടിയാണ്. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ പരിവർത്തനം എന്താണ്? പെട്രോൾ കാറിൽ എന്താ നടക്കുന്നത്? രാസോർജം എന്തായിട്ട് മാറുന്നു? ഗതികോർജമായിട്ട് മാറുന്നു കേട്ടോ. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമീകരണം. സൂര്യഗ്രഹണത്തിന് എന്താണ്? ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരികയാണ്. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഈ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഇതിലെ ശരിയായിട്ടുള്ള ഉത്തരം? അതായത് ഇതില് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല, ശരിയാണ്. ജലത്തിൽ ലയിക്കുന്നു, തെറ്റാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രയായിട്ടാണ് കാണപ്പെടുന്നത്, ശരിയാണ്. അപ്പോ എന്താണ് തന്നിരിക്കുന്നവയിൽ ഏതാണ്? 2 മാത്രമാണ് തെറ്റ് എന്ന ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഐസോട്ടോപ്പുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഐസോട്ടോപ്പുമായി ബന്ധപ്പെട്ടത് എന്താ? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക് നമ്പറും ഉള്ള മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോട്ടോപ്പുകൾ. അത് നമ്മൾ പഠിച്ചില്ലേ? വ്യത്യസ്ത മാസ് നമ്പറും ഒരേ ആറ്റോമിക് നമ്പറും ഉള്ളത്. അപ്പൊ ബി ആണ് ശരി. അടുത്ത് നോക്കൂ, ആറ്റോമിക സംഖ്യ 8 ആയ മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടിയില്ലേ? സ്ഥിരമായി കാണാറുള്ളതും എന്നാൽ ഇത്തിരി പരിചയക്കുറവുള്ളതുമായ കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ പഠനം നിങ്ങൾക്ക് റാങ്ക് നേടാനുള്ള ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാനായിട്ട് ഉപകാരവും. അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.